നമസ്കാരം. ആക്ടർ ജയൻ്റെ മകൻ മുരളി ജയൻ എന്നുള്ളൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ മുഴുവനും കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. 29-ാം തീയതിയാണ് DNA ടെസ്റ്റ് നടത്തുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഏകദേശ കാര്യങ്ങളും എല്ലാ അപ്ലോഡും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. എന്ന് വെച്ചാൽ മേ ബി നാളെ, അതായത് ജയൻ്റെ അനിയൻ്റെ മകൻ ആദിത്യം ഇതിന് സ്റ്റേ കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഏകദേശം ഒരു 89-90% കൊടുക്കുന്ന തോന്നുന്നുള്ളൂ. എന്നാലും ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റേക്ക് വലിയൊരു പ്രശ്നം വരില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് മുമ്പായിട്ടൊരു കോർട്ടിൽ നിന്നൊരു പേപ്പർ നാളെ രാവിലെ എറണാകുളം ജുഡീഷ്യൽ കോർട്ടിൽ നിന്ന് എടുക്കുന്ന ഇതിൻ്റെ ഒരു അതിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ പറയുമ്പോഴത്തേക്ക് ഇതിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സംഭവം ജയൻ്റെ മകൻ മുരളിയാണെന്ന് വെച്ച് 100% ഉറപ്പിച്ചൊരു കാര്യമുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ജയൻ സാറ് അന്ന് കൂടെ അഭിനയിച്ച, അതായത് ആക്ടറും ഇയാളെ തിക്ക് ഫ്രണ്ട്സുമായ നസീർ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സുകുമാരൻ കുറുപ്പിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അറിയാവുന്ന സുകുമാരൻ്റെ ഭാര്യ, അതായത് മല്ലിക സുകുമാരന് ഇന്നും സത്യം എന്താ അറിയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അതിൻ്റെ പിന്നിൽ പോയിട്ടില്ല. ആ ഒരു കാര്യം എനിക്ക് ഇന്നലെയാണ് അറിഞ്ഞത്. കാരണം പറയുമ്പോഴത്തേക്ക് ഇന്നലെ ഒരാൾ വന്നിരുന്നു ഈ ദിലീപിൻ്റെ നിരപരാധിത്വത്തിനെ പറ്റി. അതിനൊരു വീഡിയോ വെച്ചിട്ടുണ്ട്, നേരത്തെ വീഡിയോ കണ്ടോളൂ. ആ സമയത്ത് ഒരു 3 മണിക്കൂർ വരെ ഇതിൻ്റെ സ്റ്റോറി എൻ്റെ അടുത്ത് പറഞ്ഞു. ഇത് ദുബായിൽ വെച്ച്, ദുബായ് നൈഫ് ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു മീറ്റായിരുന്നു. അങ്ങനെ ഒരുപാട് സത്യങ്ങളുണ്ട് കേട്ടോ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ജയൻ സാറ് ആ സമയത്ത് മരണപ്പെട്ടില്ലെങ്കിൽ പിറ്റത്തെ മാസം അവരെ ഒരു കൂടെ താമസിക്കാനുള്ള ഒരു ഒരുക്കങ്ങളായിരുന്നു. മീൻസ് കല്യാണം, അങ്ങനെ ഒരുപാട്. പിന്നെ 2-3 ആൾക്കാർ പറയുന്നുണ്ട് രഹസ്യമായി കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, താലി കെട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലേക്കുള്ള തെളിവ് കാര്യങ്ങളൊന്നും ഇല്ല. ആ സമയത്ത് ഒരു ആക്ടറാണ്, അങ്ങനെ ഇങ്ങനെ പേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ വീട്ടിലെല്ലാവർക്കും അറിയാം, ഈ ജയൻ സാറിന് അനിയനറിയാം, അമ്മയ്ക്കറിയാം. ഇവരുടെ ഒരു കൊല്ലം, ആ ഭാഗത്ത് കൊല്ലം കൊട്ടാരക്കരയിലൊരു ചിറ്റ എന്ന് പറയുന്നില്ല, എന്ത് ഈ മീൻസ് ചിറ്റ എന്ന് പറയുന്ന ഒരു ആൾക്കാർക്ക് അറിയാം. അങ്ങനെ ഒരുപാട് ആൾക്ക് അറിയായിരുന്നു. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ലീഗലായിട്ട് മകൻ തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ പേരിന് തെളിയിക്കുക. ഞാൻ ഒരു ഉറപ്പ് കൊടുത്തിരുന്നു, ഈ വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം 1-ാം തീയതിക്ക്, അതായത് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ നെഞ്ചുംപിരിച്ച് മുരളി ജയന് നടക്കാൻ പറ്റും. ഞാൻ ആക്ടർ ജയൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ വീണ്ടും ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി തയ്യാറുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇൻ്റർവ്യൂവിൻ്റെ ആൾക്കാർക്ക് അവർക്ക് ചാനൽ റീച്ച് ആകാൻ വേണ്ടിയിട്ടും അവരുടെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ ലീഗലായിട്ട് പോയിട്ട് ഒരാൾക്ക് നീതി മേടിച്ച് കൊടുക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു, എന്താ പറയുമ്പോഴത്തേക്ക് ഒരു കൊടുക്കുന്നൊരു സമ്മാനം. അതും നമ്മുടെ ഏറ്റവും വലിയൊരു നടനായ മുരളി ജയൻ്റെ മകന്. ഈ ആദിത്യൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മുരളി ജയൻ എന്നുള്ളൊരു ഇന്നും വർഷങ്ങളായി 41 വർഷങ്ങളായി മരണപ്പെട്ടിട്ട് ഇന്നും ഒരു മാർക്കറ്റുള്ളൊരു നടനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ മകനാണ് ഈ ആദിത്യക്ക് ഇനി വെറുതെ പറഞ്ഞു നടക്കണം. എനിക്ക് അവനൊരു അഡ്രസ്സ് വേണ്ടത് അവൻ്റെ അച്ഛൻ്റെ പേരിലല്ല, അതായത് അവൻ്റെ വലിയച്ഛൻ്റെ പേരിൽ. ഞാൻ ജയൻ്റെ മകനാണ്. അതിനുള്ള ഒരുപാട് ചരടുപിടിയും കാര്യങ്ങളായിരുന്നു. പിന്നെ പറയുമ്പോഴത്തേക്ക് ഇതിൽ സ്വത്തു കാര്യങ്ങളോ ഒരു കാര്യങ്ങളൊന്നുമില്ല, ആസ്തി ഭൂമി കാര്യങ്ങളൊന്നുമില്ല. ആ സമയത്ത് തന്നെ ഉണ്ണാതൊക്കെ അവർ നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ ഈ മുരളിച്ചേട്ടനും വേണ്ടത് ഒരു ഐഡൻറ്റിറ്റി മാത്രമാണ്, ഒരു ഐഡൻറ്റിറ്റി, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്രയൊക്കെ കളി കളിക്കുന്നത്. അതാണ് സംഭവം. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് തെളിയോ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് ഈ വർഷം അവസാനം 28-ാം തീയതിക്ക് തെളിയും. അതുകൊണ്ട് ഒരുപാട് കൊല്ലത്തൊരു ഓല എന്നുള്ള പറയുന്ന ഒരു ക്ലബിൻ്റെ ആൾക്കാരൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഇത് സത്യമാണോ, ഇത് സത്യങ്ങൾ തെളിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവന്മാർ ചോദിച്ചു, ഞാൻ പറഞ്ഞത് തെളിയും, എന്താണ് തെളിയും എന്ന് പറഞ്ഞു. ആരാണെന്ന് പേരെന്ന് എനിക്കല്ല, ദീപക് അങ്ങനെ എന്തോ ഒരു പേരിലേക്ക് അങ്ങനെ വിളിച്ചത്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ലഡ്ഡു വിതരണം നടത്തും. ഞാൻ പറഞ്ഞു ലഡ്ഡുവിൻ്റെ വിതരണം നടത്തിക്കോളൂ, അത് ഒരു കുഴപ്പമില്ല, ലഡ്ഡു വിതരണം ആർക്കും നടത്താം. പക്ഷെ പറയുമ്പോഴത്തേക്ക് ഇത് തെളിയും 100% ആണ്. വീണ്ടും ഒരു അക്രം അലി എന്നുള്ളൊരു വ്യക്തി എനിക്ക് വിളിച്ചു. അക്രം അലി അങ്ങനത്തെ ഒരു പേര്, തിരുവനന്തപുരത്തുള്ള ആളാണ്. ആൾ പറഞ്ഞു
ഒരു ഫാമിലിയിൽ അങ്ങനെ DNA ടെസ്റ്റ് ഡൂപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചെക്കൻ്റെ അടുത്ത് ഞാൻ നന്ദി അറിയിക്കുന്നു. അതുകൊണ്ട് അതൊക്കെ കറക്റ്റായിരിക്കും. പിന്നെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭീഷണി 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിനൊന്നും ഞാൻ അത്ര വലിയൊരു അങ്ങനെ ഭീഷണി ഉണ്ടായിരുന്നൊക്കെ ഞാൻ പറഞ്ഞത് 2 ഫോൺ കോളായിട്ടൊക്കെ ഭീഷണി ഉണ്ടായിരുന്നു. അത് ആദിത്യൻ്റെ പേര് പറഞ്ഞിട്ടില്ല, എന്നാൽ ഇത് കേട്ടപ്പേട്ട് എഴുതുന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടേന്. അതൊക്കെ പോട്ടെ, അതുകൊണ്ട് ഒരുപാട് കംപ്ലൈൻറ്റ് എടുത്തുവിടായിരുന്നു. അതൊന്നും വേണ്ട, അങ്ങനെയൊക്കെ സംഭവം. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മുരളി ചേട്ടന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം.